പിണറായി വിജയനോട് ബാലഗോപാൽ നിയമസഭയിൽ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല, നമുക്ക് സംസാരിക്കേണ്ടടുത്ത് സംസാരിക്കണം, പിന്നല്ലാതെ എങ്ങനെ അനുവദിച്ചു കൊടുക്കാൻ കഴിയുമോ എന്ന് പറഞ്ഞതിനെ എങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്? എങ്ങനെയാണ് ഇന്ന് സോഷ്യൽ മീഡിയ സൈബറിടങ്ങൾ ചർച്ച ചെയ്യുന്നത് എന്നുള്ളതാണ്. വലത് സൈബറിടങ്ങൾ പിണറായി വിജയൻ ഭയങ്കരമായി ഒതുങ്ങിപ്പോയി, പിണറായി വിജയനെ ബാലഗോപാൽ തേച്ചൊട്ടിച്ചു എന്നൊക്കെ പറഞ്ഞു വരുന്നു. ഇടത് സൈബറിടങ്ങൾ അതിനെ വളരെ ലഘൂകരിച്ച് മുമ്പോട്ട് കൊണ്ടുപോകുന്നു. എന്തു തന്നെയായാലും ഒരു കാര്യം ഉറപ്പാണ്, പിണറായി വിജയന് 80 വയസ്സിന് പുറത്ത് പ്രായമുള്ള പിണറായി വിജയൻ നിലവിൽ പ്രതിപക്ഷ നേതാവായി ഇരുന്നു കൊണ്ട് അതിശക്തമായ പ്രകടനം നിയമസഭയിൽ നടത്താനാവുന്നില്ല എന്നുള്ളതാണ്. പിണറായി വിജയൻ ഇങ്ങനെയല്ല ഇരിക്കേണ്ടത്. പ്രതിപക്ഷത്ത് മുഖ്യമന്ത്രി കടന്നാക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭരണപക്ഷത്ത് കടന്നാക്രമണമാണ് വി ഡി സതീശന്റെ. നോക്കൂ നിങ്ങൾ, എത്ര സമയത്താണ് വി ഡി സതീശൻ തന്നെ പ്രതിപക്ഷത്തെ ആക്രമിക്കുന്നത്. ആ സമയത്ത് വലിയ രീതിയിൽ ശക്തമായി അതിനെതിരെ ആഞ്ഞടിക്കാൻ, കാര്യങ്ങൾ പറയാൻ പിണറായിയുടെ ബോഡി ലാംഗ്വേജും പിണറായിയുടെ സംസാര രീതിക്കും ആവുന്നില്ല എന്നുള്ളത് പറയാതെ വയ്യ. അവിടെ പ്രായം കുറഞ്ഞ എത്ര ആളുകളുണ്ട്, അത് ശക്തമായി ഫാക്റ്റുകൾ പറഞ്ഞ് മുമ്പോട്ട് പോകാൻ എത്ര പേരുണ്ട്. ജനീഷ് കുമാറിനെ, MS അരുൺകുമാറിനെ, റിയാസിനെ ഒക്കെ അതിനുവേണ്ടി ശക്തമായി ഉപയോഗിക്കേണ്ട സമയത്താണ് പിണറായി പ്രതിപക്ഷ നേതാവായി ഇരുന്നു കൊണ്ട് മികച്ച പ്രകടനം നടത്താതെ പോകുന്നത് എന്ന് പറയാതെ വയ്യ. അതിശക്തമായ രീതിയിൽ ഭരണപക്ഷത്തെ ആക്രമിക്കാൻ, പിണറായിയുടെ ബോഡി ലാംഗ്വേജ് മാറ്റാൻ പോലും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിന് പ്രായമായി എന്നുള്ളത് ഒരു വലിയ സത്യം തന്നെയാണല്ലോ. വി ഡി സതീശൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ കൃത്യമായ മറുപടികളിലൂടെ സതീശനെയും ഭരണപക്ഷത്തെയും ആക്രമിക്കാൻ ഊർജ്ജസ്വലമായ ബോഡി ലാംഗ്വേജ് വേണം. പിന്നെ 10 വർഷമായില്ലേ പിണറായി പാർട്ടിയുടെ ഫേസ് ആയി ഇങ്ങനെ നിൽക്കുന്നു. വീണ്ടും പ്രതിപക്ഷത്തേക്ക് വരുമ്പോഴും പിണറായി തന്നെ ഫേസ് ആയി നിൽക്കുമ്പോഴുള്ള അതിന്റെ ഒരു വിരസത കൂടിയുണ്ട്. ഒരു ചേഞ്ച് ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. പിണറായിയിൽ ഒറ്റ കോണിൽ ഒതുങ്ങി നിൽക്കുന്നു CPM എന്നുള്ളത്. CPM CPI തമ്മിലുള്ള സ്വരച്ചേർച്ചയില്ലായ്മയും അതിന് വലിയ പങ്കുവഹിക്കുന്നുണ്ട്. 35 അംഗങ്ങളെ ഉള്ളൂ. ആ 35 അംഗങ്ങൾക്ക് അതിരൂക്ഷമായ രീതിയിൽ ഭരണപക്ഷത്തെ ആക്രമിക്കണമെങ്കിൽ പിണറായി എന്ന അധികായൻ മാറിക്കൊടുക്കുക തന്നെ വേണം. നിയമസഭയിൽ നിന്ന് ഒരു വലിയ ഫ്രണ്ട് ഫേസ് ആയി നിൽക്കാതെ അദ്ദേഹം ശക്തമായ നിലപാടുകൾ പറയേണ്ട സമയത്ത് പറഞ്ഞ് പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ നിന്നും മാറേണ്ട സമയമായി എന്ന് പറയാതെ വയ്യ. പുതിയ ന്യൂജൻ ആളുകൾ ആ നിയമസഭയിൽ തന്നെയുണ്ട് പ്രതിപക്ഷത്ത്. അവർ മുന്നോട്ട് വരണം എന്നുള്ളത് ഈ നാടിന്റെ CPM-ന്റെ ഇടതുപക്ഷത്തിന്റെ ഒരാവശ്യകതയായി മാറുന്നു എന്നുള്ളതാണ്. കടിച്ചു തൂങ്ങി നിൽക്കുന്നതിന്റെ ഒരു രീതി. ഇങ്ങനെ നിൽക്കുകയാണ് പിണറായി. ബാലഗോപാൽ പറയുമ്പോൾ പെട്ടെന്ന് ആവേശം ഉൾക്കൊണ്ട് എണീറ്റ് പറയുകയാണ്. ട്രോളിന് വിധേയനായി പോകുന്നു. എവിടെ നിന്ന മനുഷ്യനാണ് അദ്ദേഹം? ഈ നാടിനെ കോവിഡിൽ, നിപ്പയിൽ, പ്രളയത്തിലൊക്കെ മുന്നിൽ നിന്ന് നയിച്ച അധികായനായ ഒരു നേതാവിന്റെ എത്ര വലിയ താഴേക്ക് പോക്കായി പോലും രാഷ്ട്രീയ നിരീക്ഷകർ ഇത് വിലയിരുത്തുന്നത് അതുകൊണ്ട് തന്നെയാണ്.